അങ്ങനെ സിദ്ദിഖും പീഡിപ്പിച്ചു. മലയാളികളുടെ ജനകീയ മുഖം, ഒരുപക്ഷെ ഏതൊരു മലയാളിക്കും ഏറ്റവും ഇഷ്ടമുള്ള പ്രിയ താരങ്ങളിൽ ഒരാൾ. ഒരുപാട് വർഷമായി മലയാളികളുടെ മനസ്സിൽ നിറസാന്നിധ്യം. തന്റെ കഴിവും അഭിനയത്തിലെ മികവും കൊണ്ട് മാത്രം മലയാളികൾക്ക് പകരം വെക്കാനില്ലാത്ത ആക്ടർ, അതിലുമുപരി അമ്മയുടെ സെക്രട്ടറി. ഇങ്ങനെ ഒരാൾക്കെതിരെ പെട്ടെന്ന് ഇതുപോലുള്ള ഒരു ആരോപണം വരുമ്പോൾ പ്രത്യേകിച്ച് കേരളം തന്നെ ഞെട്ടി എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണം ഒരു ക്രിയേറ്റഡ് സെറ്റിൽ വെച്ച് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സെക്ഷലി ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ആ പെൺകുട്ടി പറയുന്നത്. അതിനുമുപരി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ആ സ്ത്രീ പറഞ്ഞത്. അതോടൊപ്പം തന്നെ റിയാസ് ഖാനെതിരെയും ഇവർ തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ എന്തു തന്നെയായാലും രണ്ട് പ്രമുഖരുടെ രണ്ട് സ്ഥാനങ്ങളാണ് ഈ ദിവസം രാജിവെക്കേണ്ടി വന്നത്. ഒന്ന് സംവിധായകൻ രഞ്ജിത്താണെങ്കിൽ മറ്റൊന്ന് സിദ്ദിഖും. ഇനിയും ഒരുപാട് പേരുടെ പൊയ്മുഖങ്ങൾ ഇതുപോലെ പുറത്തു വന്നേക്കാം. ഒരുപക്ഷെ ഒരു സ്ത്രീയെ നോക്കി ഹായ് പറഞ്ഞവർ വരെ ഇനി ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അയാള് ഇയാളെന്ന വ്യത്യാസമില്ലാതെ എല്ലാ നടന്മാരും വളരെയധികം വിഷമത്തിലൂടെ ആയിരിക്കും ഈ സമയവും കടന്നു പോകുന്നത്. തെറ്റു ചെയ്ത നടന്മാരായാലും ചെയ്യാത്തവരായാലും ഈ സമയത്തെ തീർച്ചയായിട്ടും അവർ ഭയക്കുന്നുണ്ടാവും. കാരണം ചുമ്മാ വന്ന് ഒരു നടി ഇദ്ദേഹം എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മലയാളത്തിലെ പലതരത്തിലുള്ള കമന്റോളികളും. മോഹൻലാലിനെതിരെ പലതരത്തിലുള്ള ഗോസിപ്പുകളും വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ ഒരു നായികയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവരുടെയൊക്കെ പേരുകൾ പുറത്തു വരാം എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതിലും കുറച്ചും കൂടി സേഫ് മുഖം തീർച്ചയായിട്ടും മമ്മൂക്കയുടേത് തന്നെയാണ്. കാരണം സ്ത്രീകളോടടക്കം സെറ്റിൽ വെച്ച് സംസാരിക്കാറില്ല എന്ന രീതിയിലാണ് മമ്മൂക്കയെ പല ആളുകളും ട്രോൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ സമയത്ത് അതൊക്കെ വളരെയധികം ഗുണമായി വമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവരെ പോലുള്ളവരുടെ പേരുകൾ ആരെങ്കിലും വിളിച്ചു പറയാൻ കാത്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും. ഏതെങ്കിലും ഒരു വുമൺ ആക്ടേഴ്സിന് ഏതെങ്കിലും നായകനോടോ സംവിധായകനോടോ നിർമ്മാതാവിനോടോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തീർക്കുവാനുള്ള അവസരം കൂടിയാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നതിലല്ല കാര്യം. ഏതെങ്കിലും സ്ത്രീ ആരുടെയെങ്കിലും പേര് വിളിച്ച് പറയുന്നുണ്ടോ എന്നതിൽ മാത്രമാണ് ഇപ്പോൾ കേരളം തന്നെ ശ്രദ്ധ പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം. ഇനിയും ഒരുപാട് ആളുകളുടെ നല്ല മുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതും പൊയ്മുഖമായേക്കാം. അതോടൊപ്പം തന്നെ പല ആളുകളും പേര് പറയാത്ത രീതിയിൽ ആ നടൻ എന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു, സൂപ്പർ സ്റ്റാർ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ രീതിയിലും വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഒരു ഭീഷണി ആയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അതിന്റെ പേരിൽ പിന്നീട് മുതലെടുക്കാനുള്ള ശ്രമങ്ങളും ചെയ്യുന്നുണ്ടാവാം. എന്തു തന്നെയായാലും മലയാള സിനിമയിലെ നായകന്മാരുടെ കഷ്ടകാലം എന്ന് തന്നെ ഈ സമയത്ത് പറയപ്പെടാം.